ചില ടെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിതക്കാരന്റെ ഉപമയാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ വീണ വിത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൽ തന്നെ മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ വായിക്കുകയാണ്, മുൾച്ചെടികൾക്കിടയിൽ ചില വിത്തുകൾ വീണു, അവ മുളച്ചു പൊന്തി, പക്ഷേ ജീവിത ക്ലേശങ്ങൾ, സുഖഭോഗങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത് എന്നിവ കാരണം അവർക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഉപമയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്രകാരം വായിക്കുകയാണ്, ജീവിത ക്ലേശങ്ങൾ കാരണവും സമ്പത്ത് കാരണവും സുഖഭോഗങ്ങൾ കാരണവും ഈ വിത്തിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, പലപ്പോഴും ജീവിത ക്ലേശങ്ങൾ വരുന്നു, നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു. വചനത്തിലല്ല പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ജീവിത ക്ലേശത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നു, നമ്മൾ വചനത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സമ്പത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ജീവിത ക്ലേശങ്ങൾ അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ വചനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സുപ്രദമായിട്ട് അനുഗ്രഹിക്കും.